നാസികളെ എക്കാലവും മത്തുപിടിപ്പിച്ചിരുന്നത് അവരുടെ ശത്രുക്കളായ യഹൂദരുടെ നിരാശ നിറഞ്ഞതും പ്രതീക്ഷയില്ലാത്തതുമായ മുഖങ്ങളായിരുന്നു. എന്നാൽ ഒരു തടവറയിലെ തടവുപുടികൾ മാത്രം എപ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെട്ടു. ഇതിന് പിന്നിലെ കാരണമന്വേഷിച്ചു പോയ നാസി പട്ടാളക്കാർ ആ കാരണം കണ്ടെത്തി. അത് ആ തടവറയിലെ ഒരു സംഗീതജ്ഞനായിരുന്നു. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി അദ്ദേഹം താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗിത്താർ പുറത്തെടുക്കും. എന്നിട്ട് മീട്ടിക്കൊണ്ട് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ഗാനം അദ്ദേഹം ആലപിക്കും. ഈ പാട്ട് കേട്ട് ആ ദിവസത്തിൻ്റെ വേദനകളെല്ലാം മറന്ന് സഹതടവുകാരെല്ലാം സ്വസ്ഥമായി ഉറങ്ങും, സന്തോഷത്തോടെ ഉണരുകയും ചെയ്യും. ഇതറിഞ്ഞ പട്ടാളക്കാർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഇനി മേലാൽ പാട്ട് പാടരുത് എന്ന് താക്കീത് ചെയ്ത് പറഞ്ഞു വിട്ടു. പക്ഷേ പിറ്റേ ദിവസവും അദ്ദേഹം പാടി. പിറ്റേന്ന് പട്ടാളക്കാർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ശിക്ഷയായി അദ്ദേഹം ഗിത്താർ വായിക്കാൻ ഉപയോഗിച്ചിരുന്ന കൈവിരലുകളിലെ നഖങ്ങൾ ഓരോന്നായി പിഴുതെടുത്തു. എന്നാൽ ആ രാത്രിയും ചോര ഒലിപ്പിക്കുന്ന കൈകളുമായി അദ്ദേഹം ഗിത്താർ മീട്ടിക്കൊണ്ട് പ്രതീക്ഷയുടെ ആ ഗാനം വീണ്ടും പാടി. പിറ്റേന്ന് പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ ഗിത്താർ അടിച്ചു തകർക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആ രാത്രിയും അദ്ദേഹം ഗിത്താറില്ലാതെ പാടി. പിറ്റേ ദിവസം പട്ടാളക്കാർ സ്വീകരിച്ച നടപടി ഒരല്പം കഠിനമായിരുന്നു. അവർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ജീവനോടെ അദ്ദേഹത്തിൻ്റെ നാവ് പിഴുതെടുത്തു. ആ രാത്രി ജീവൻ പോകുന്ന വേദനയോട് കൂടിയാണെങ്കിലും അദ്ദേഹം പ്രതീക്ഷയുടെ ആ ഗാനം മൂളി. എന്നും കേട്ട് സഹതടവുകാരെല്ലാം ആ ഗാനം കാണാതെ പഠിച്ചിരുന്നു. സംഗീതജ്ഞൻ ആ ഗാനം മൂളിയപ്പോൾ അവർ എല്ലാവരും ചേർന്ന് ആ പാട്ടുറക്കെ ഏറ്റുപാടി. അന്നായിരുന്നു നാസി കോൺസലേഷൻ ക്യാമ്പിൻ്റെ ആകാശങ്ങളിൽ പ്രതീക്ഷയുടെ ആ ഗാനം ഏറ്റവും ഉറക്കെ മാറ്റൊലികൊണ്ടത്. വെൻ യു ആർ ട്രൂലി പാഷനേറ്റ് അബൌട്ട് സംതിങ്, നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ, ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും അതിനെ തകർക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ വെളിച്ചം ലോകത്തിന് മുമ്പിൽ പ്രകാശമാകട്ടെ.